സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കോഴിക്കോട് ഏലത്തൂരിൽ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കം. ശബരിമല തീർത്ഥാടനം പരിഗണിച്ച് കോന്നി, റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളെയും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലോറിക്കാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് ഈ ഡീലർമാരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ടായി. ഇതിനെതിരെ ഒരു ആക്ഷനും കമ്പനി എടുത്തിട്ടില്ല, പോലീസ് എടുത്തിട്ടില്ല. അപ്പം അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. ഈ ഒരു സമരത്തിന് ശേഷം ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ് തീരുമാനം? കാരണം ഞങ്ങളിത് വളരെ ശക്തമായിട്ട് കൊണ്ടുപോകും. ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അടുത്ത സമര നടപടിയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിവരങ്ങളുമായി നിതിൻ തോമസ് ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ സമര നടപടികളിലേക്കൊക്കെ ഇനിയും കടക്കും, യാതൊരു നിയമ നടപടിയും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് പമ്പ് ഉടമകളൊക്കെ പ്രതികരിക്കുന്നത്. എത്രത്തോളം സാധാരണക്കാരെ ഈ സമരം ബാധിച്ചിട്ടുണ്ട് നിതിൻ? തീർച്ചയായിട്ടും മോദി, ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഈ പമ്പ് ഉടമകളുടെ അസോസിയേഷൻ ഇന്ന് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് പൊതുജനങ്ങളെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം രാവിലെ 6 മുതൽ 12 വരെ എന്ന് പറയുന്ന സമയം എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഏറെ പ്രാധാന്യപ്പെട്ട ഒരു സമയം കൂടിയാണ്. കാരണം രാവിലെ ജോലിക്കായി ഇറങ്ങുന്നവർ, അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകേണ്ടവർ, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, അതുകൊണ്ട് സാധാരണക്കാരെ എല്ലാ രീതിയിലും തന്നെ ബാധിക്കും. ഇതിപ്പോൾ ഇന്നലെ അറിഞ്ഞിട്ടുള്ളവർ ചിലപ്പോൾ ഇന്നലെ തന്നെ പെട്രോൾ അടിച്ചിടും. ഇന്നലെ ഞാൻ തന്നെ പല ഭാഗത്തും ഇറങ്ങുമ്പോൾ പമ്പിലൊക്കെ പെട്രോൾ തീരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂട്ടത്തോടെ വന്ന് പെട്രോൾ അടിച്ചിടുന്നു. കാരണം എന്തായാലും ഇന്ന് സമരമായതുകൊണ്ട് തന്നെ ആളുകളുടെ ആവശ്യങ്ങൾ നടന്നു പോകണമല്ലോ. എല്ലാത്തിനും ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം ആവശ്യമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കോട്ടയം ജില്ലാ പ്രസിഡന്റ്, അസോസിയേഷൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോഴും അതുതന്നെയാണ് പറയുന്നത്. ഈ യാതൊരു വിധമായിട്ടുള്ള നടപടിയും സംസാരിക്കാൻ ചെന്ന ഏലത്തൂർ HPCL സംസാരിക്കാൻ ചെന്ന ഡീലേഴ്സിനെ കൈകാര്യം ചെയ്തതിൽ യാതൊരു വിധമായിട്ടുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ച് ഇത്തരത്തിലൊരു സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് അവരും ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, മണ്ഡലകാലം നടക്കുകയാണ്, ശബരിമല തീർത്ഥാടന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ, അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ എത്തുന്നതും അതുപോലെ തന്നെ ശബരിമലയിലേക്ക് കടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി, റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളും ചെങ്ങന്നൂർ നഗരസഭയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ എരുമേലിയും ഒഴിവാക്കിയിട്ടുണ്ട് സമരത്തിൽ നിന്ന്. ഈ അയ്യപ്പഭക്തരുമായി ബന്ധപ്പെട്ട ഇത്രയും സ്ഥലങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയത് ഏതായാലും നന്നായി. നിതിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.